33 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് കോടി അല്ലെ എന്താ പറയുക നമുക്ക് പണം നമ്മളിൽ എത്താം. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം കൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ്. റെഡിയാണല്ലോ അല്ലേ? അപ്പൊ ഇനി ക്യാപ്സൂൾ എടുത്ത് കഴിക്കാം. ക്യാപ്സൂൾ എടുത്ത് കഴിച്ച് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് എന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണെന്ന് പറയാൻ പോകുന്നത്. 33 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് കോടി അല്ലെ എന്താ പറയുക നമുക്ക് പണം നമ്മളിൽ എത്താം, അല്ലെങ്കിൽ നമ്മുടെ സമ്പന്നതയിൽ എത്താം എന്നുള്ളതാണ് ക്യാപ്ഷൻ. 33 മിനിറ്റിൽ നമുക്ക് സമ്പന്നരാവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ സമ്പന്നതയിൽ എടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ യെസ് എന്ന് താഴെ കമന്റിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പെന്നും പേപ്പറും ഉണ്ട്, നിങ്ങൾ ചെയ്യേണ്ട എഴുതി വെച്ചോളുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ചിലപ്പോൾ യൂട്യൂബ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. വളരെ സിമ്പിൾ ആണ് സബ്ജക്റ്റ്. നമുക്ക് എപ്പോഴും നമ്മുടെ വിഷയം എവിടെയെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടാറില്ല, തിരക്കാണ്. മെഡിറ്റേഷൻ തന്നെ വളരെ പുതുതായിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓടുന്ന ഓട്ടമാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഓവർകം ചെയ്യണം. നമുക്ക് കണ്ണടച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ വണ്ടി ഓടിക്കുന്നതാവാം, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്താവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പെടുമ്പോൾ നമുക്ക് കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാനോ സാധിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് അത്രയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് വിളിക്കുന്ന പേരാണ് റോബോട്ടിക് അഫർമേഷൻ. റോബോട്ടിക് അഫർമേഷൻ. റോബോട്ട്സുകൾ എങ്ങനെയാണോ ഒരു സംഭവത്തെ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെ അവർക്ക് എങ്ങനെയാണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, ആ ഫീഡ് കൊടുക്കുന്ന മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വളരെ ലളിതമാണ്, ഒരു വിഷയമില്ല, എല്ലാവരെ കൊണ്ടും പറ്റും. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നുമുണ്ട്. നമ്മളിപ്പോൾ റോബോട്ടിക് അഫർമേഷൻ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ സാറേ മൊത്തം പ്രശ്നത്തിലാണ് സാറേ. യഥാർത്ഥത്തിൽ ആ പറയുന്നയാൾക്ക് ആ പ്രശ്നം പറയണമെന്ന് ആഗ്രഹിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പറയുന്ന ആള് തന്നെ എനിക്ക് പ്രശ്നം പറയണമെന്നൊരു ആഗ്രഹമോ ആ വിഷയത്തിൽ ഒരു പ്രശ്നമോ അവർക്കില്ല, അതിനൊരു ഇമോഷനും അതുമായിട്ടില്ല. പക്ഷെ ആ വാക്ക് ഉപയോഗിച്ചു പോകും. നിരന്തരമായ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്യപ്പെടും. പ്രശ്നമില്ലാത്തവനും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇമോഷനും ഉപയോഗിക്കുന്ന വാക്കും തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിലും ഈ പൊട്ടനായ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എടുത്തു വെച്ചാണ്. ഈ മെത്തേഡ് നമുക്ക് നെഗറ്റീവായി മാറുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോസിറ്റീവായി ഇതേ മെത്തേഡിന് ഉപയോഗിച്ചു? നമുക്ക് അതേ സ്ഥാനത്തെ പോസിറ്റീവായി ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ സമ്പന്നനാണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാശില്ലാത്തവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അതിന് യാതൊരു തർക്കവുമില്ല. അവന്റെ മസ്തിഷ്കം ഈ സാധനം എടുക്കത്തില്ല, യാതൊരു തർക്കവുമില്ല. ഞാൻ ആരോഗ്യവതിയാണ്, അല്ലെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ്. ഇവിടെ ബ്ലഡ് ഷുഗർ, പ്രഷറും ഷുഗറും കൂടി നിൽക്കുമ്പോഴാണ് ഞാൻ ആരോഗ്യവാനാണെന്ന് പറയുന്നത്. അപ്പൊ പറയുമ്പോൾ സമ്മതിക്കുമോ? കോൺഷ്യസ് മൈൻഡ് പറയണം വെറുതെ എന്നെ പറ്റിക്കല്ലേ, നടക്കൂല. എന്നിട്ട് കോൺഷ്യസ് മൈൻഡ് അതിന് ആദ്യം തന്നെ റിജക്ട് ചെയ്യും. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറുകയില്ല. ഈ വിഷയമുണ്ടല്ലോ, നമുക്ക് മറ്റൊരു കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഈ വിഷയമുണ്ട്. ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫർമേഷൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വെറുതെ പറയുക. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടതിനെ മാത്രം വിത്തൗട്ട് എനി ഇമോഷൻസ് ഏത് സാഹചര്യത്തിലും പറയുക എന്നതാണ് മെത്തേഡ്. ഞാൻ ക്ലിയർ ആയി കാണുന്നു. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ താഴെ. ഞാൻ ഒരു 10 അഫർമേഷൻസ് നിങ്ങളോട് പറയാം, എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ എഴുതി വെക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഞാൻ ആദ്യം പറയാം. 10 അഫർമേഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 10 നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളിലും പെടുത്തിയ 10 അഫർമേഷൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള അഫർമേഷൻസ് ആണ് പറയുന്നത്. 10 എഴുതി വെക്കുക. ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എഴുതിക്കോ. ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്. 3 തവണ എഴുതുക. ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്. രണ്ടാമത്തത്, പണം എനിക്ക് എളുപ്പത്തിൽ വരുന്നു,
പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു. 3 തവണയാണ് എഴുതുന്നത്. പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു. ഞാൻ ആരോഗ്യവാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവതിയാണെങ്കിൽ ആരോഗ്യവതിയാണ്. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്. ആരോഗ്യവതി ഇത് ഉപയോഗിച്ചാൽ രണ്ടും മീനിങ് ഒക്കെയാണ്. എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പൂർണ്ണ ഉന്മേഷത്തിലാണ്. എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പൂർണ്ണ ഉന്മേഷത്തിലാണ്. എന്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും പൂർണ്ണ ഉന്മേഷത്തിലാണ്. ഇത് മാറ്റി എഴുതാം നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഞാൻ ഇപ്പോൾ എക്സാമ്പിളുകളാണ് പറയുന്നത്. ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്. ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്. രണ്ടും എങ്ങനെയാണ് അവരൊരു കൺസിസ്റ്റ് മാറിയത്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു, ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു, ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു. ഇതെല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന അഫർമേഷൻ. ഇത് ഉപയോഗിച്ചാൽ തന്നെ കംപ്ലീറ്റ് സെറ്റായി. പിന്നെ ഒന്നും വേറൊന്നുമില്ല. 5 മേഖലയിലാണ് നമ്മൾ പറയുന്നത്, 5ഉം സെറ്റായി. ഓക്കെ. ഞാൻ സ്നേഹപൂർണമായ ബന്ധങ്ങൾ ആകർഷിക്കുന്നു, ഞാൻ അടുത്തത് എന്റെ എല്ലാ ബന്ധങ്ങളും സമാധാനപൂർണമാണ്. എന്റെ എല്ലാ ബന്ധങ്ങളും സമാധാനപൂർണമാണ്. എന്റെ എല്ലാ ബന്ധങ്ങളും സമാധാനപൂർണമാണ്. നിങ്ങളിപ്പോ എന്ത് വികാരം പ്രകടിപ്പിച്ചാലും ഒരു പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾ ഇത് എഴുതുമ്പോൾ എന്റെ ഭർത്താവ് ഇതേ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഒരു വിഷയമില്ല. അടുത്തത് ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്. വിജയ് ആളെ പേരല്ല കേട്ടോ. ആ വിജയ് സിനിമ നടൻ വിജയല്ല, വിന്നറാണ് ഉദ്ദേശിച്ചത്. ഞാൻ വിജയിയാണ്, ഞാൻ വിജയിയാണ്, ഞാൻ വിജയാണ്. ഇപ്പൊ പറയുമ്പോ സിനിമ നടൻ വിജയ് ഓർക്കണേ, അത് ഞാനല്ലല്ലോ നീക്ക, അത് ഞാനും അല്ല കേട്ടോ. വിജയം എന്റെ സ്വന്തമാണ്, വിജയം എന്റെ സ്വന്തമാണ്, വിജയം എന്റെ സ്വന്തമാണ്. വിജയം എന്റെ സ്വന്തമാണ്, വിജയം എന്റെ സ്വന്തം. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും കൂടി പറയാം. എഴുതി വെച്ചല്ലേ. ഈ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ വികാരം ഇല്ല എന്നേ ഉള്ളൂ, ഇതിൽ വിശ്വാസം വേണം. ഈ പറഞ്ഞതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിജയം നിങ്ങളുടെ സ്വന്തമാണോ? നിങ്ങൾക്കത് നേടാൻ സാധിക്കുമോ? നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ഈ എഴുതിയ സാധനം നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. ദർ ഇസ് നോ ഓപ്ഷൻ. കാരണം അത് നിങ്ങൾ കൊണ്ട് പറ്റും. അതിന് യാതൊരു തർക്കമില്ല. വിശ്വസിക്കാൻ കുഴപ്പമില്ല. വിശ്വസിക്കുക. ഇതിൽ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എഴുതിയതിൽ പൂർണ്ണമായ വിശ്വാസം നിങ്ങൾക്ക് വേണം. അതിനുശേഷം ഇത് എഴുതി തയ്യാറാക്കി ഒരു കടലാസിൽ വെക്കുക. ഒരു കടലാസിൽ എഴുതി തയ്യാറാക്കി കയ്യിൽ വെക്കുക. എപ്പോഴാണോ സമയം കിട്ടുന്നത്, പറയാൻ പറ്റില്ലല്ലോ. കിച്ചണിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നെങ്കിൽ ആ കടലാസ് ഒന്നെങ്കിൽ കിച്ചണിൽ എടുക്കുക. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ, ബൈഹാർട്ടായിരിക്കും. ഒരു 10 പ്രാവശ്യം പറഞ്ഞ പിന്നെ ബൈഹാർട്ടായിരിക്കും, പറയേണ്ട ആവശ്യമില്ല. സമയം കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ കിച്ചണിൽ പോവാണ്, കിച്ചണിൽ പണിയെടുക്കുകയാണ്, പെണ്ണുങ്ങളാണ്. ആണുങ്ങളാണെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയോ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ, സ്കൂട്ടി ഓടിച്ചു പോകുമ്പോഴോ ഒരു അരമണിക്കൂർ സമയം കിട്ടുമല്ലോ. യാത്രയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്താൻ അരമണിക്കൂർ സമയം ഉണ്ടാവുമല്ലോ. ഈ 33 മിനിറ്റ് നേരം, കൃത്യമായി 33 മിനിറ്റ് നേരം. അപ്പൊ ചോദിക്കും 30 മിനിറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന്. കുഴപ്പമില്ല, നിങ്ങൾ നിർത്തുക. 10 മിനിറ്റ് ചെയ്തോ, 10 മിനിറ്റ് നിർത്തിയിട്ട് വീണ്ടും ചെയ്തു. ഒരു ദിവസം മിനിമം 33 മിനിറ്റ് ഈ സംഭവം പറയണം. അപ്പോൾ ഇത് 10 എണ്ണം പറഞ്ഞു പോകാനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന സമയം എത്രയായിരിക്കും? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരെണ്ണം പറയാൻ 3 എണ്ണം മുമ്പ് 30. നിങ്ങൾക്ക് ഒരെണ്ണം കഴിഞ്ഞു പോകാൻ മിനിമം നിങ്ങൾക്ക് എടുക്കും 3 മിനിറ്റ് നേരം. 3 മിനിറ്റ് 4 മിനിറ്റ് നേരം എടുക്കും ഒരു തവണ നിങ്ങൾക്ക് പറഞ്ഞു പോകാനായിട്ട്. സാധാരണ ഒരാളുടെ സ്പീഡിനനുസരിച്ച് വരുന്ന മാറ്റം ഉണ്ടാവും. സ്ലോലി പറയുന്നത് സ്ലോലി. അത് എത്ര തവണ പറ്റുമോ അത്രയും തവണ വെറുതെ ഈ സാധനം പറഞ്ഞോളാം. നിങ്ങൾ ഒന്നും നോക്കണ്ട, വായി തോന്നുന്ന പാട്ട് എന്ന രീതിയിൽ വെറുതെ അങ്ങ് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. എഴുതി ഒരു പോക്കറ്റിൽ വെച്ചോളൂ. ആവശ്യം വരുമ്പോൾ നോക്കി പറഞ്ഞു. ഞാനൊക്കെ ഇത് നോക്കി പറഞ്ഞിട്ട്, ആദ്യമൊക്കെ നോക്കി പറഞ്ഞിട്ടാണ് ഞാനൊക്കെ പേപ്പറിൽ എടുക്കും, പേഴ്സിൽ ഉണ്ടാവും, എഴുതി വെക്കും. നോക്കി പറഞ്ഞ് ചെയ്തോളൂ. ചെയ്യേണ്ട എത്ര ദിവസമാണെന്നറിയാം. മിനിമം 33 ദിവസം നിങ്ങൾ ചെയ്യണം. ഇതാണ് 33 മിനിറ്റ്, 33 ദിവസം. എന്തുകൊണ്ട് 33 ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ അറിയാം, മൈൻഡിനെ സബ് മൈൻഡിലേക്ക് ഒരു സാധനത്തെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ ടെക്നിക്കലി പറയുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത്, ന്യൂറോ സയൻസ് പറയുന്നത് 21 ദിവസം വേണമെന്നാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കാറ്, ചില ആൾ അടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും 21 ദിവസം ചെയ്ത് കളയും.
ഇത്രയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചെയ്ത് കളയുന്നു. അങ്ങനെയാണ് പൊതുവെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് തിരിച്ച് മാറ്റി പിടിക്കുകയാണ്. നിങ്ങൾ 33 ദിവസം മിനിമം ചെയ്യുക. അപ്പൊ പിന്നെ ആ ഒരു കോൺസെപ്റ്റ് തെറ്റിക്കാം, ഉറപ്പിക്കാം. അതോടുകൂടി നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം ചെയ്യാൻ. ഇനിയിപ്പോ ഞാനിപ്പോ ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചു. ഇത്രയും പറഞ്ഞപ്പോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒറ്റ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് പറയുക. ടൈപ്പ് ചെയ്ത് പറയുക. നിങ്ങളിപ്പോ ആരാണ്? ടൈപ്പ് ചെയ്ത് ആൻസർ പറയട്ടെ. ഇതിന്റെ ആൻസർ കൂടി താഴെ ഇപ്പൊ തന്നെ എഴുതുക. നിങ്ങളിപ്പോ ആരാണ്? എത്ര പേർക്ക് കിട്ടി? യെസ് 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 യെസ്. അത് വേണ്ടത് കൃത്യം ആൾക്കാരെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. സമ്പന്നനാവേണ്ട സമ്പന്നൻ, വിന്നർ ആവേണ്ട വിന്നർ, ആരോഗ്യവാനാവേണ്ട ആരോഗ്യവാൻ, അല്ലെ? അവരവർക്ക് ആവശ്യമായി കൃത്യമായി സെലക്ട് ചെയ്ത് ആൻസർ പറയാൻ പറഞ്ഞല്ലോ. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു കണ്ടീഷൻസും ഇല്ല. പ്രാക്ടീസ് ചെയ്തോളാം. അതിഗംഭീരമായി നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ റിസൾട്ടുമായിട്ട് വരിക, കമന്റ് ചെയ്യുക. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാനുള്ള താഴെ കമന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. റിസൾട്ടുമായിട്ട് വരാനായിട്ട്. എന്തെങ്കിലും രീതിയിൽ ആരോഗ്യ വിഷയങ്ങളുള്ളവർക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്യാം. നാളെ രാവിലേക്ക് അത് മാറിയിരിക്കുമെന്ന്. തഥാസ്തു തഥാസ്തു തഥാസ്തു.